ഹായ്, നമ്മൾ ഏതൊരു കാര്യവും ചെയ്ത് എക്സ്പേർട്ട് ആകുമ്പോഴാണല്ലോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് അത് ഞാൻ വഴിയേ പറയാം. ഇന്നൊരുത്തിക്ക് രാവിലെ തൊട്ട് പത്തിരി തിന്നാനൊരു മോഹം. എന്നാൽ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കണ്ട. അപ്പം അരിപ്പൊടി എടുക്കുക, അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും പാടില്ല കേട്ടോ. നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇളക്ക് കണ്ടിട്ട് ദച്ചുക്കുട്ടനെ ഇളക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ദച്ചുക്കുട്ടനെ ഞാൻ എടുത്തിട്ട് ഈ പത്തിരി ഉണ്ടാക്കുന്ന ദൗത്യം കുഞ്ഞിനെ ഏൽപ്പിച്ചു. പിന്നെ കട്ടയൊന്നും ഇല്ലാതെ ആളെ ഇളക്കി അടുപ്പത്ത് വെച്ചു. കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നന്നായി ഇളക്കുക. അതൊരു 1.5 ഇളക്കായിരുന്നു. ഒരു കയ്യിൽ ദച്ചുക്കുട്ടനെ വെച്ചുകൊണ്ടായിട്ട് ഇളക്കുന്നത്. അതാണ് വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഏകദേശം വെള്ളം വറ്റി നല്ല രീതിയിൽ മാവ് നന്നായിട്ട് വേവണം. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേനും കൂടെ ചട്ടിയിലിട്ട് വേവിക്കണില്ലല്ലോ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി അടി പിടിക്കാത്ത രീതിയിൽ തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ജലാംശം മാറാതിരിക്കാൻ വേറൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ മാറ്റണേ. ഇതിനിടയ്ക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാൻ ബീഫ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടവനെ കാണുന്നില്ല കേട്ടോ. കൈകൊണ്ട് ഇളക്കാൻ പറ്റുന്ന ഒരു പാകം ആകുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് കുഴച്ച് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കണം കേട്ടോ. ഞങ്ങളിത് പല രീതിയിലും ഞങ്ങൾ പരത്താൻ നോക്കി. അതിനകത്തൊരു ബെറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്താൻ പറ്റിയ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു പൊടിയുടെ കവറിലെടുത്തിട്ട് അതിനകത്ത് നല്ല രീതിയിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ ആ ഉരുള വെച്ച് നല്ല അടികട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ആദ്യമൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് തന്നെ തീർത്തു കേട്ടോ. കാരണം ഇത് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചയായി ലഞ്ച് സമയമായപ്പോഴും ഇത് ഉണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിശപ്പ് കാരണം ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി ഈ പൊട്ടും പൊടിഞ്ഞതും ഈ ഷേപ്പില്ലാത്തതൊക്കെ ഞങ്ങൾ അങ്ങ് ടെസ്റ്ററാക്കി കളഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും പരീക്ഷിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ചെയ്തത് അതിനേക്കാളും ബെറ്ററായിട്ട് അടുത്താൾ ചെയ്യുമെന്നുള്ള രീതിയിൽ ഞങ്ങളുണ്ടായിരുന്ന പരീക്ഷണങ്ങളാട്ടോ ഈ കാണുന്നത്. ഓരോരോ ഷേപ്പുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരത്തെ ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ലാസ്റ്റൊക്കെ ആവാറായി കഴിഞ്ഞപ്പോഴല്ലോ നല്ല കൺസിസ്റ്റൻസിയിൽ നല്ല ആ പത്തിരിയുടെ അതേ രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതാണ് നമ്മളൊരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പത്തിരിയുടെ തന്നെ ഒരു എക്സ്പേർട്ടായിരുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ ബീഫ് കറി ഉണ്ടാക്കി കേട്ടോ. ഈ പത്തിരിയുടെ കൂടെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്കിൽ തേങ്ങ പൊതിച്ച് ചിരണ്ടി പാല് പിഴിയാനുള്ള സമയമില്ലാത്തത് കൊണ്ടും വിശപ്പിൻ്റെ വില കൂടിയത് കൊണ്ടും എന്തായാലും ഞങ്ങൾ ബീഫ് കറി ഒഴിച്ച് കഴിച്ചു കേട്ടോ. അത് തേങ്ങാപ്പാലും കൂടെ ഉണ്ടായിരുന്ന കുറച്ചും കൂടെ നല്ലതായിരുന്നേനെ. എന്നാലും ഈ പത്തിരിയും ബീഫും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും